തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാമൂഹ്യ പ്രാധാന്യമുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളത് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവുമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. താങ്ക് യു. സിസ്റ്റർ, നമ്മൾ കുട്ടികളിൽ ഓട്ടിസം എന്നൊരു അവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് വളരെ ചെറുപ്പത്തിലെ തിരിച്ചറിയുകയും അതിനുള്ള പ്രതിവിധികൾ തേടുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള അറിയുന്നൊരു കാര്യമാണ് മുതിർന്നവരിൽ കാണുന്ന ഓട്ടിസം. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചായാലോ ഇന്നത്തെ ചർച്ച? മുതിർന്നവരിലെ ഒരു ഓട്ടിസം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും അവര് വലുതായതിനു ശേഷം അല്ലെങ്കിൽ ഒരു അഡൾട്ട് പേഴ്സൺ ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഫങ്ഷനിങ് അല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് കുഞ്ഞുനാളിലെ തന്നെ അവരിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറാണത്, അല്ലെങ്കിൽ ഒരു ഫങ്ഷനിങ് ആണ് അത്. അപ്പോൾ ഒരിക്കലും നമുക്കത് മുതിർന്ന ഒരു വ്യക്തിയിൽ ഉണ്ടായ ഒരു പ്രശ്നമെന്ന് പറയാനായിട്ട് പറ്റില്ല. പിന്നെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓട്ടിസം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, രോഗാവസ്ഥയല്ല. അത് ഒരു മനുഷ്യന്റെ കണ്ടീഷനാണ്. ഇപ്പോൾ നമ്മൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ തലച്ചോറിനെ പാകം ചെയ്തിരിക്കുന്ന അല്ലെ തലച്ചോറിലെ ഒരു ഫങ്ഷനിങ്, അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിന് ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പൊ അതിലുണ്ടാകുന്ന ഒരു ഡൈവേഴ്സിറ്റി, അതിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന നമ്മുടെ ബിഹേവിയറിൽ, പെരുമാറ്റത്തിലുണ്ടാകുന്ന, നമ്മുടെ ചിന്താ മനോഭാവങ്ങളിൽ ഉണ്ടാകുന്ന, നമ്മുടെ വികാരങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെയാണ് നമ്മൾ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോരുത്തരിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഓട്ടിസം എന്ന് പറയുമ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നതാണ് ഞങ്ങൾ അതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു ഡയഗ്നോസ്റ്റിക് ആൻഡ് മാനുവൽ സ്റ്റാറ്റിസ്റ്റിക്സിലും അതിൻ്റെ പറയുന്നത് അതാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സിലൊക്കെ പറയുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. അപ്പം സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഫീച്ചറുകളാണുള്ളത്, ഒരു കാര്യം മാത്രമല്ല. ഇപ്പോൾ നമ്മളതിനൊരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ പനി, നമുക്കൊരാൾക്ക് പനിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് കാര്യം വെച്ചാണ് നിങ്ങൾ പനി എന്ന് ഡയഗ്നോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതുപോലെ ക്ലസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു കൂട്ടം ലക്ഷണങ്ങൾ ഉണ്ട്. ആ ഒരു കൂട്ടം ലക്ഷണങ്ങളെല്ലാം ആനുപാതികമായിട്ട് ചേരുമ്പോൾ ഇന്നൊരു ഡിസോർഡറിലേക്ക് വരുന്നു. ഇതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓട്ടിസം സ്പെക്ട്രത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ ഈ കുട്ടികളിലാണെങ്കിൽ നമ്മൾ പറയും സാധാരണ മൈൽഡ് ഓട്ടിസം ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, അതിന്റെ ഒരു സിവിയർ ഫോം ഉണ്ട്. ഒരു വിശദീകരിക്കാമോ? ഒരു മോഡറേറ്റ് ആൻഡ് സിവിയർ ഫോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടെന്ന്. ഏത് പ്രായം മുതലാണ് നമുക്ക് അറിയാൻ പറ്റുക? സാധാരണയായിട്ട് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു 3 വയസ്സിന് ശേഷമാണ്. എന്ന് വെച്ച് 3 വയസ്സിന് മുൻപ് അത് ഉണ്ടായിരുന്നില്ല എന്നല്ല അർത്ഥം. കാരണം ആദ്യം തന്നെയുള്ള അവരുടെ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ പ്രോബ്ലം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണിത്. അപ്പോൾ അവർ ജനിക്കുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു രീതിയിലുള്ളൊരു ഡൈവേഴ്സിറ്റിയാണ് അവരുടെ തലച്ചോറിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെ കെമിക്കൽ ബാലൻസിങ്ങിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ സൊസൈറ്റി ഒത്തിരി സംശയത്തോടു കൂടി വീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അഡൾട്ട് ഓട്ടിസം. അപ്പം അതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു കേസ് പറഞ്ഞു വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അത് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വന്നൊരു കേസാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചൊക്കെ എപ്പിസോഡുകൾ പറഞ്ഞിരുന്നു. അപ്പം അതിനുശേഷം ഒത്തിരിയേറെ പേര് അവരുടെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളികളുടെ ആ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ഒക്കെ കണ്ടുകൊണ്ട് നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇതൊരു നാർസിസം ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഇതുപോലെ തന്നെ വന്നൊരു കേസാണ്. ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആകാനായിട്ട് പോകുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരും കൂടിയാണ് പെൺകുട്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ വന്നിരിക്കുന്നത് ഈ വിവാഹം മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത് സിസ്റ്ററെ. കാരണം പുള്ളി ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നു. എനിക്ക് കൂടെ ജീവിക്കുമ്പോഴത്തേക്കും എനിക്കതങ്ങ് സിങ്ക് ആകാൻ പറ്റുന്നില്ല. പെൺകുട്ടി പറഞ്ഞൊരു കാര്യമാണ്,
പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ഞങ്ങൾ തമ്മിൽ സ്നേഹമാണോ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇഷ്ടങ്ങളുണ്ട്, പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ ഹസ്ബൻഡിന് സാധിക്കുന്നില്ല. പക്ഷേ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പുള്ളി റൊട്ടീനായിട്ട് ചെയ്തു പോകുന്നുണ്ട്. പുള്ളിയുടെ വീട്ടുകാർ, അതായത് അമ്മയും അച്ഛനും മറ്റു കുടുംബാംഗങ്ങളെല്ലാവരും പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഒരു ഡിഫിക്കൾട്ടായിട്ട് തോന്നുന്നു പുള്ളിക്കാരൻ്റെ കൂട്ടത്തിൽ ജീവിക്കാനായിട്ട്. അപ്പം ഇത് കേട്ടതും കണ്ടതും ഒക്കെ വെച്ചുകൊണ്ട് ഇനി നാർസിസം ആണോ എന്ന് തോന്നുന്നു. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെ വന്നു, നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ, ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം, സിസ്റ്റർ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് അതുപോലെ തന്നെ അങ്ങ് ചെയ്യും. പക്ഷേ വേറൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, സിറ്റുവേഷൻ അനുസരിച്ച് മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് അറിയില്ല. പക്ഷേ അവരുടെ വീട്ടുകാർ പറയുന്നത് അവൻ അങ്ങനെയാണ്, അവൻ അങ്ങനെ ചെയ്യത്തുള്ളൂ, നീ എന്തിനാ അത് എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്തിനാ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജീവിത പങ്കാളിയുമായിട്ടുള്ള നമ്മൾ ലൈഫ് ഷെയർ ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഇരുചക്ര വാഹനം പോലെയാണ്. രണ്ട് ചക്രങ്ങളും ഒരേപോലെ മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ആ വാഹനം മുന്നോട്ട് പോവുകയുള്ളൂ. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ മാരിറ്റൽ ലൈഫിൽ നടക്കേണ്ടത്. അപ്പോൾ പുള്ളി ജോലി ചെയ്യുന്നുണ്ട്, അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടിയും ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ കാര്യങ്ങളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുള്ളി അത് പതുക്കെ പിന്മാറും. അപ്പം പുള്ളിക്കാരത്തേക്ക് ഇത് ഇയാളെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ പാറ്റേണിലാണെങ്കിലും എല്ലാം അച്ചടി ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഒരു യാന്ത്രിക മനുഷ്യനെ പോലെ ചിലപ്പോഴൊക്കെ ഈ പെൺകുട്ടിക്ക് തോന്നുന്നു. ഇവൻ അവരുടെ ഒരു സെക്ഷൽ ലൈഫിലേക്കൊക്കെ വന്നു കഴിഞ്ഞാലും അവർ തമ്മിലുള്ളൊരു ഇൻറ്റിമസിയിൽ പുള്ളിക്കാരത്തേക്ക് ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു ഫുൾഫിൽഡ് ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നില്ല. പുള്ളി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് എന്നാ നിനക്കത് പറഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എല്ലാം നമുക്കൊരു ലിറ്ററൽ മീനിങ്ങിലോ അല്ലെങ്കിൽ എഴുതി വെച്ച് ഒരാളോട് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇതൊക്കെ ഫങ്ഷനിങ് ആണ്. ഇതൊക്കെയാണ് അവർ പറഞ്ഞൊരു ബുദ്ധിമുട്ടുകൾ. നമ്മൾ അവരോട് സംസാരിച്ചു. പെൺകുട്ടിയെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുന്ന, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പ്രകൃതക്കാരിയാണ്. പിന്നീട് ഹസ്ബൻഡിനെ നമ്മൾ വിളിപ്പിച്ചു. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു വന്നപ്പോഴത്തേക്കുമാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു അഡൾട്ട് ഓട്ടിസം സ്പെക്ട്രം ഫീച്ചേഴ്സാണ്. വളരെ മൈന്യൂട്ടാണ്. നമുക്ക് ഇത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിസ് ഡയഗ്നോസിലേക്ക് പോകുന്ന കുറെ ഫീച്ചേഴ്സാണ്. ഇത് അഡൽട്ടിലാണ് തിരിച്ചറിയുന്നതാണെന്നോ, അല്ലെങ്കിൽ ചെറുപ്പത്തിലേ മുതൽ ഇങ്ങനെ ഉണ്ടായിരുന്നോ ഇയാൾക്ക്? നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചെറുപ്പം മുതലേ പുള്ളിയിൽ ഒരു പ്രത്യേക സ്വഭാവ വിശേഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വലിയ പ്രശ്നക്കാരനൊന്നും അല്ല. പക്ഷേ സോഷ്യൽ ഇന്ററാക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല. സ്കൂളിലെ ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം പഠിച്ചു പോകുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഈ ഓട്ടിസം പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഓട്ടിസം ഉള്ളവർക്ക് ഇന്റലക്ച്വലി, അതായത് അവർ ബുദ്ധിപരമായിട്ട് വളരെ താഴ്ന്നതായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധി, നമ്മൾ പറയുന്ന ഒരു ബുദ്ധിയുടെ മേഖലയിൽ ഒരു പഠിക്കില്ല, മനസ്സിലാക്കില്ല, കാര്യങ്ങളൊന്നും അവർക്ക് ചിന്തിച്ച് ചെയ്യാൻ അറിയത്തില്ല എന്നും. എല്ലാം അങ്ങനെയല്ല. ഇപ്പോൾ ഇതിൽ തന്നെ ഓട്ടിസത്തിൽ തന്നെ നമുക്ക് ഗിഫ്റ്റഡ് ട്രെയ്റ്റ്സ് ഉണ്ട്. അതായത് പ്രത്യേകമായ ചില കഴിവുകൾ അവർക്ക് കൂടുതലായിട്ടുള്ളവരൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പം ഒരിക്കലും നമുക്ക് ചെറുപ്പം തൊട്ടേ ഇതിൽ ഒരു വലിയ പ്രശ്നക്കാരനായിരുന്നെന്നോ ബുദ്ധിയില്ലെന്നോ പഠിക്കാൻ പറ്റുന്നില്ല എന്നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അധികം സോഷ്യൽ ഇന്ററാക്ഷൻ വരുന്നില്ല, കമ്മ്യൂണിക്കേഷൻ അധികം വരുന്നില്ല, കരുതി പോന്നിട്ടുണ്ടാവും ആണ്. അപ്പൊ അവന്റെ നേച്ചർ അതാണ്. അപ്പൊ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം, ഒരു കുഞ്ഞ് വളരുന്നത് ഒരു വീട്ടിലാണ്. അപ്പൊ മാതാപിതാക്കള് അവനെ കാണുന്നു, അതോടൊപ്പം തന്നെ അവന്റെ സഹോദരങ്ങൾ കാണുന്നു. അപ്പൊ അവരതുമായിട്ട് അഡാപ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ പറയണത് നമ്മുടെ ഒരു നേച്ചർ, നമ്മുടെ കൂടെ ആരാണോ ജീവിച്ച് വളർന്നു വരുന്നത് അവർക്ക് നമ്മുടെ സ്വഭാവം ഓക്കെയാണ്. അത് അങ്ങനെയാണ്, അവരത് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ കൊച്ചുനാളിൽ പഠിക്കുമായിരുന്നു, എന്നാലും ഒത്തിരി സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അവർ കുറച്ച് ക്ലറിക്കൽ ഫീൽഡിലേക്കാണ് പിന്നീട് പോകുന്നത്. അങ്ങനെ പോകുന്നു, ജോലി കാര്യങ്ങൾക്ക്
അവൻ്റെ കാര്യങ്ങൾ അവൻ ചെയ്യുന്നു, അങ്ങനെ ജോലി കിട്ടി, ജോലിയിലാണെങ്കിലും ശ്രദ്ധയുണ്ട്. പക്ഷേ ഒരു റൊട്ടീൻ പ്രഡിക്റ്റബിൾ ഫാക്ടേഴ്സാണ് വേണ്ടത്. ഇപ്പം ഇന്ന് ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നാളെ വരുമ്പം അതിനനുസരിച്ച് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ജോലിയാണ് എങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യും. ഇനി അതിനകത്ത് തന്നെ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് പോലും കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ, ഇപ്പം അവൻ്റെ ഇരിപ്പിടം ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ ടെൻഷനാണ്, പുള്ളിക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതേപോലെ തന്നെ അവരിടുന്ന ഡ്രസ്സുകൾക്കൊക്കെ മേ ബി ഒരു കളർ പാറ്റേൺ ആയിരിക്കാം, അല്ലെ ടെക്സ്ചർ ആയിരിക്കാം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ സെൻസറി സെൻസിറ്റൈസേഷൻ എന്ന് നമ്മൾ പറയും. അതായത് നമ്മുടെ കാഴ്ച, കേൾവി, സ്പർശനം, രുചി, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഹൈപ്പോ സെൻസിറ്റീവ് ആയിരിക്കും. ഹൈപ്പോ സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ ഒരു പെയിനൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും വലിയ സാരമാക്കത്തില്ല. ചിലപ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. ഹൈപ്പർ സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ശബ്ദം മതി പെട്ടെന്ന് ഡിസ്റ്റർബ് ആകും, ചെറിയൊരു വെളിച്ചം മതി പെട്ടെന്ന് ഡിസ്റ്റർബ് ആകും. അപ്പോൾ മൈന്യൂട്ട് ചേഞ്ചസിനെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇത് കുഞ്ഞുനാളിലെയോ അല്ലെങ്കിൽ ഒരു അഡോളസന്റ് ഏജിലൊക്കെ വരുമ്പോഴത്തേക്കും അത് അവൻ്റെ ക്യാരക്ടറാണ്, അവൻ അങ്ങനെ. അപ്പം സോഷ്യലി അവൻ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് തന്നെ അവൻ തന്നെ പിൻവാങ്ങുന്നു. അവനിൽ തന്നെ അറിയാം എനിക്ക് പറ്റില്ല അത്. അതുപോലെ അവർക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കുമോ? അത് അവർക്കത് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു സ്കൂൾ അസംബ്ലിയിലൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആങ്സൈറ്റിയാണ്. കാരണം കുറേ നേരം അവർക്ക് ഈ ഐ ടു ഐ കോണ്ടാക്റ്റിന്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കുറേ നേരം ഒത്തിരി പേരുമായിട്ട് സംസാരിക്കാൻ, അവരെ നോക്കി നിൽക്കാൻ, സോഷ്യൽ ക്യൂസ്, ഒത്തിരി പേരായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി ഇതൊക്കെ നമ്മുടെ ഓരോ ലക്ഷണങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങളാണ്. ചിലർക്ക് ഇൻട്രോവേർട്ട് ആയിരിക്കും, അങ്ങനെയൊക്കെ. പക്ഷെ ഇതെല്ലാം ഓട്ടിസത്തിന്റെ ലക്ഷണമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല. അവിടെയാണ് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കും. കോൺട്രവേഴ്ഷ്യൽ ആയി പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇത് കേൾക്കുന്നവരാണെങ്കിലും ചിലപ്പോൾ പറയും, ഓ ഇത് കൊണ്ടാണോ അഡൾട്ട് ഓട്ടിസം എന്ന് പറയാൻ പോകുന്നത്? ഇതൊന്നും അല്ല, ഇത് വേറെ കാര്യങ്ങളാണെന്ന് പറയും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇത് സ്പെക്ട്രം ഡിസോർഡർ ആണെന്ന്. അതായത് ഇതിന്റെ ഓരോ ഫീച്ചറുകൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മളൊരു ക്ലിനിക്കൽ ഒബ്സർവേഷനിലൂടെ നോക്കിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും മിസ് ഡയഗ്നോസ് ചെയ്ത് പോകുന്ന കാര്യവും ഇത് തന്നെയാണ്. ഇപ്പം ഇവൻ എൻ്റെ അടുക്കൽ ആദ്യം വരുന്നത് നാർസിസം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല, പക്ഷെ ചില മേഖലകളിൽ ഓക്കെയാണ്. പിന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ചെയ്യും. എന്നിട്ട് അവരോട് പറയും, നീ അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞത്, അവരോട് അത് പറയണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരെല്ലാരും ഉണ്ടാകും, എല്ലാരും ഉള്ളപ്പോ എന്നോട് അത് ചോദിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ എല്ലാരും എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പറയുന്ന സംസാര ഭാഷയിലെ ചില ക്യൂസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. അതുപോലെ തന്നെ നോൺ വെർബൽ ക്യൂസും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമാണ്, സിസ്റ്ററെ ഡ്രസ്സ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് റെഡി ആയിട്ടൊന്ന് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വരണം കേട്ടോ. ഇത്തരം കാര്യം പറയുമ്പോൾ പുള്ളി കൺഫ്യൂസ്ഡ് ആണ്. ഈ പെട്ടെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അവിടെ പുള്ളിക്കാരനോട് നമ്മൾ ഒരു ഇന്റർവെൻഷൻ പാറ്റേൺ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത്, ഓക്കെ ഇപ്പൊ 5 മണിയായി, 5:10 നമുക്ക് പുറത്ത് പോകാനുണ്ട്. ഇയാളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ മുതിർന്നവരിൽ ഇതേ ലക്ഷണം തന്നെയായിരിക്കും എല്ലാവരിലും ഉണ്ടാവുക. പക്ഷെ എല്ലാവരിലും ഇതേ ലക്ഷണമൊന്നും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പലരിലും പല രീതിയിലായിരിക്കും. ഇപ്പോ ഈ ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യത്തില് ഇവർ തമ്മിലുള്ള ഇവരുടെ തന്നെ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ടൈമുകളിലൊക്കെ പുള്ളിക്കാരൻ്റെ നീഡ് ഇപ്പോൾ ഒരു സെക്ഷൽ നീഡാണെങ്കിൽ ആ ഒരു രീതിയിൽ പുള്ളി സമീപിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് അത് ഇറിറ്റേഷനായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ പുള്ളിയോട് ചോദിക്കുമ്പോൾ പറയും, അല്ല ഇങ്ങനെയാണല്ലോ ഞാൻ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്പോണ്ടേനിറ്റി എന്ന് പറയും. അതായത് ആ ഒരു സമയത്ത് അതെങ്ങനെ ചെയ്യണമെന്നുള്ള മാനിഫെസ്റ്റേഷൻ, നമ്മളതിനെ ബിഹേവിയറൽ മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പം
ഇപ്പം എനിക്ക് ടീച്ചറിനെ കണ്ടപ്പോഴത്തേക്ക് ഓക്കെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു സന്തോഷം തോന്നി, അല്ലെങ്കിൽ ആ ഒരു പരിചയം പുതുക്കാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്തെ ലക്ഷണങ്ങൾ വരുന്നു, എൻ്റെ ടോൺ അതുപോലെ ആകുന്നു, ഞാൻ അതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഇവർക്ക് ഇതിനെ സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും, ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ? ഇതെല്ലാം കൂടി ഒരുമിപ്പിക്കാനായിട്ട്. പക്ഷെ അവർക്ക് ഉള്ളിൽ അവരോട് ഭയങ്കര സ്നേഹമുണ്ട്. ഇപ്പം ഈ ഒരു കേസിൽ തന്നെ ഞാൻ ഇതിന് ശേഷം നമ്മുടെ തെറാപ്പി സെഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കുറച്ച് സമയം എടുത്തു ഇതൊരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ഫീച്ചേഴ്സ് ആണെന്ന് കണ്ടെത്താനായിട്ട്. ഫാമിലിക്ക് അറിയാമായിരുന്നോ ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം? ഫാമിലിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉള്ളതായിട്ടല്ല അറിയാവുന്നത്. പൊതുവായൊരു അവന്റെ nature നേച്ചർ അങ്ങനെ, അങ്ങനെയാണ്. അവന് ഇന്ന കാര്യങ്ങൾ പറ്റില്ല. ഇപ്പം ദോശ കൊടുക്കാനാണെങ്കിൽ അവൻ ആ 3 ദോശ കറക്റ്റായിട്ട് കൊണ്ട് നമ്മൾ കൊടുക്കുന്നു. പിന്നീട് നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് ഇനി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് വിശപ്പ് തീർന്നെന്നറിയാം, എനിക്ക് ഇന്നലെ 3 എണ്ണമല്ലേ തന്നത്. ആ. അപ്പം ഇത് കേൾക്കുന്ന ഒരാൾക്ക്, പുതുതായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് എന്ത് തോന്നും? ഈ കക്ഷിയോട് ദോശ വേണമെന്നല്ലേ ചോദിച്ചുള്ളൂ തോന്നും. പക്ഷെ ഇവർക്ക് എപ്പോഴും തന്നെ ഒരു പ്രെഡിക്റ്റബിൾ ആസ്പെക്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഞാൻ വരുന്നു, അമ്മ പറയാണ് ചായ വേണോ എന്ന് ചോദിക്കുന്നു, അപ്പൊ ഞാൻ ചായ വേണോ എന്ന് പറയുന്നു. അല്ല, ഇത് എല്ലാവരിലും ഒരേപോലെ ആയിരിക്കുമോ ഈ പറയുന്നത്? അല്ലല്ല, അപ്പൊ ഇതിൻ്റെ അകത്തെല്ലാം വ്യത്യസ്തതകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇപ്പൊ ഈ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും പലയിടത്തും സംഭവിക്കുന്നത്, ചില അവയർനെസ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കേട്ടതിനും കണ്ടതിനും ഒക്കെ ശേഷം കൂടെ ജീവിക്കുന്നവരെ അല്ലെങ്കിൽ കൂടെയുള്ള സഹപ്രവർത്തകരെയൊക്കെ നമ്മൾ പ്രെജുഡീസ്ഡ് ആയിട്ട് കാണാനായിട്ട് അതായത് അവരങ്ങനെയാണ്, നിനക്ക് അങ്ങനെയാണ്, നീ സൈക്കോയാണ്, നീ സോഷ്യോ ആണ് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക്. ഇപ്പൊ അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് കൂടുതലാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നല്ലത് കിട്ടുന്നുണ്ട്, അതിനേക്കാൾ ഉപരി ഇതുപോലെയുള്ള ഈ മുറിവൈദ്യന്മാരുടെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് തന്നെ അങ്ങ് ഡയഗ്നോസ് ചെയ്യുവാണ്. ഇപ്പൊ ഞാൻ അറിയുന്ന കുടുംബ കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അപ്പൊ സാറിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് സാറ് പറയുന്ന ഒരു കാര്യം, സിസ്റ്റർ അവര് തന്നെ ഒരു ഡയഗ്നോസിസ് ആയിട്ട് വരുവാണ്. ഇത് ഇന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, ഇത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, ഇത് നാർസിസമാണ്, നാർസിസ്റ്റിക് ആണ്, ഇയാൾ അല്ലെങ്കിൽ ഇന്നൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അത് ഞങ്ങൾ ആ ടോക്ക് കേട്ടായിരുന്നു. ഇപ്പൊ ഓക്കെ, നമ്മള് ഇപ്പൊ ഒരു ക്ലിനിക്കൽ വ്യൂ പോയിന്റിൽ പ്രൊഫഷണൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ചില സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ചില ഡയഗ്നോസിസ് സ്പെക്ട്രമാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ പറയും ഇഡിയോപാത്തിക് എന്ന് പറയും. ഇഡിയോപാത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ അസസ് ചെയ്യുന്നത് ആ ഒരു പേഴ്സൺ സെന്റേർഡ് ആയിട്ടായിരിക്കണം. അയാളുടെ ലക്ഷണങ്ങൾ, അയാളുടെ ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ഫാക്ടേഴ്സ്, അതായത് അയാളുടെ ജനറ്റിക് കോമ്പിനേഷൻ, ജനിതക പാരമ്പര്യം, അയാൾ വളർന്നു വന്ന സാഹചര്യം, അയാളുടെ ബുദ്ധിശക്തി, അതായത് ഇന്റലക്ച്വൽ കോഷൻ. ചോദിക്കുമ്പോഴാണ് ഈ ജനിതക പാരമ്പര്യമാണോ ഈ ഓട്ടിസത്തിന് പ്രധാന കാരണം വരുന്നത്? ഈ ഓട്ടിസത്തിന്റെ കാരണങ്ങളെ കുറിച്ച്, അതിന്റെ എറ്റിയോളജിയെ കുറിച്ച് നമ്മൾ സയന്റിഫിക് ആയിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ജനിതക പാരമ്പര്യം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അകത്ത് മാറ്റേഴ്സ് ഉണ്ട്. ഈ നമ്മൾ പറഞ്ഞ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന്, ഇപ്പം നമ്മളൊരു ഇലക്ട്രിക് ഉപകരണം വാങ്ങിക്കുന്നു, ഒരു ഗാഡ്ജറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരേ പ്രോസസ്സിംഗ് വെച്ചായിരിക്കാം ആ മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ പോലും അതിന്റെ ഫങ്ഷനിൽ വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ടല്ലോ. ദ സെയിം വേ ഞാനിപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ടുള്ള കാര്യം, കാരണം വളരെ നോർമലായിട്ടുള്ള നല്ല ഒരു ബുദ്ധിയും കാര്യങ്ങളുള്ള മാതാപിതാക്കൾക്ക് ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലെവിടെയാ പാരമ്പര്യത്തിന്റെ ഒരു ഇത് വരുന്നത് അവിടെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നത് പാരമ്പര്യം മാത്രമല്ല. ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ കാരണങ്ങൾ പഠിക്കുമ്പോൾ ഒത്തിരിയേറെ കാരണങ്ങൾ പഠിക്കുന്നുണ്ട്. ജനറ്റിക് കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രസവ സമയങ്ങളിലെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്നുണ്ട്, പിന്നീട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഒരു ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നീട് നമ്മുടെ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയും, വളർന്നു വരുന്ന സാഹചര്യങ്ങളിലെ ചില സംവിധാനങ്ങൾ കൊണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ വെർച്വൽ ഓട്ടിസം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കേൾക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് കുട്ടിക്ക് ആ ഒരു ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷനിലല്ല കുട്ടി ജനിക്കുന്നത്, പക്ഷേ സാഹചര്യങ്ങൾ, അതായത് എക്സ്പോഷർ കിട്ടാതെ, പ്രത്യേകിച്ച് ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ പോലുള്ള എക്സ്പോഷേഴ്സ് കൂടുതൽ കിട്ടുമ്പോൾ കുട്ടിക്ക് അതിൻ്റെ
ആ സംവേദന അവസ്ഥകൾ അല്ലെങ്കിൽ സംവേദന സ്ഥിതിഗതികൾ മാറുന്നുണ്ട്. ആ, അതുമൂലം കുട്ടി ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ, പോകുന്നുണ്ടെന്നല്ലേ. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വ്യക്തിയുടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിലെ ഓരോരുത്തരിലും ഒരു ഇൻഡിവിജ്വലിസം ഉണ്ട് അല്ലെ. നമ്മൾ എല്ലാവരും ഒരു യുണീക്ക് പാറ്റേൺ ഓഫ് ക്രിയേച്ചർ ആണ്. ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ കാണും, ഇന്ററാക്ഷൻ വേയിലെ വ്യത്യാസങ്ങൾ കാണും, എക്സ്പെക്റ്റേഷൻ വ്യത്യാസങ്ങൾ കാണും. ഇതെല്ലാ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മുടെ ഈ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഡൈവേഴ്സിറ്റി, ഒരു വ്യത്യസ്തത കൂടുതലായിട്ട് അനുഭവപ്പെടും. അവിടെ നമ്മൾ അവരെ അത് സൈക്കോയാണ് അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അത് എന്താണെന്ന് അറിയാനായിട്ട് പൂർണ്ണമായിട്ടും ശ്രമിക്കണം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ കേസിൽ തന്നെയാണെങ്കിലും നമുക്കിപ്പം അയാളുടെ ആ ഫീച്ചേഴ്സ് എല്ലാം മാറ്റാൻ പറ്റില്ല. ദാറ്റ് ഈസ് അയാളുടെ തന്നെ വ്യക്തിമുദ്രയാണത്. പക്ഷെ അതിനെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി, നമ്മൾ ഇടപെടുന്ന രീതിയിലേക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ അയാളുമായിട്ടുള്ള ജീവിതം നമുക്ക് സുഗമമാണ്. അതെ അതെ. ഒരു പക്ഷേ ഇപ്പം നമുക്കതിന് ആ പെൺകുട്ടിയെയോ പെൺകുട്ടിയുടെ വീട്ടുകാരെയോ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല, ആൺകുട്ടിയെയോ ആൺകുട്ടിയുടെ വീട്ടുകാരെയോ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതിനെ ഒന്ന് ഡയഗ്നോസ് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരാണോ മാറ്റം വരുത്തേണ്ടത് അവർക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിലും അവരുടെ കൂടെയുള്ളവർക്ക് മറ്റേയാളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ വന്നത് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം, സിസ്റ്റർ ഇപ്പം പുള്ളിക്കാരിലുള്ള ഇങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജീവിത പങ്കാളി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയാളെ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇയാളുടെ വീട്ടുകാര് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തന്നെങ്കിൽ മാത്രമേ എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അയാൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അയാളുടെ ഇമോഷണൽ എക്സ്പ്രഷൻ രീതി വേറെയാണ്. നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു സാധാരണ ഗതിയല്ല. അതിനാണ് നമ്മൾ ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എവിടെയൊക്കെയോ വ്യത്യസ്തതകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തികളിൽ ഓരോരുത്തരിലും തന്നെ പലതരത്തിലുള്ള വ്യത്യസ്തതകൾ ഉണ്ടാകാം. അപ്പൊ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഇനി അയാൾ അത് മനസ്സിലാക്കി അയാളില് മാറ്റങ്ങൾ വരുത്താനായിട്ട് അതിന് നമ്മൾ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയും. അത് കൂടുതലും നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻ പാറ്റേണുകളാണ് കൊടുക്കുന്നത്. അതിനോട് സഹകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ജീവിതം കുറച്ചുകൂടി സുഗമമാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിന് എത്രമാത്രം നമ്മൾ ഓരോരുത്തരും നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വ്യത്യസ്തതകളിലും സമൂഹത്തോട് ചേർന്ന് നിൽക്കാൻ, ഇമോഷൻസിനെ മനസ്സിലാക്കാൻ, അതിനനുസരിച്ച് പ്രതികരിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഒരു മഹാത്ഭുതം തന്നെയാണ്. നമ്മൾ അങ്ങനെ തകർന്നു പോകുന്നവരെയും താങ്ങാവാനും നമുക്ക് സാധിക്കട്ടെ അല്ലേ. ഓക്കെ, മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.